നമസ്കാരം, 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ. കോവിഡ് കുതിച്ചുയരുന്നതിനിടെ നിയന്ത്രണങ്ങൾ ലംഘിച്ച് സിപിഐഎമ്മും ബിജെപിയും. തിരുവനന്തപുരത്തിനു പുറമെ തൃശൂരിലും സിപിഐഎം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മെഗാ തിരുവാതിര. തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരുവാതിരയിൽ പങ്കെടുത്തത് 80 പേർ. തേക്കിൻകാട് മൈതാനിയിൽ 300-ലേറെ പേരെ പങ്കെടുപ്പിച്ച് ബിജെപിയുടെ പ്രതിഷേധ കൂട്ടായ്മ. ഈ മാസം 31 വരെയുള്ള പരിപാടികൾ മാറ്റി സിപിഐ. ആൾക്കൂട്ട പരിപാടികൾക്ക് അവധി നൽകി കോൺഗ്രസ്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധന. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 2,71,202 പോസിറ്റീവ് കേസുകളും 314 മരണവും. TPR 16.28%. ഒമിക്രോൺ കേസുകളിൽ വൻ വർധന. രോഗബാധിതരുടെ എണ്ണം 7,743 ആയി. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു. കോഴിക്കോട് ബീച്ചിലും മാളുകളിലും ഇന്നു മുതൽ കർശന പരിശോധന. നിർദ്ദേശം പുറത്തിറക്കി സിറ്റി പോലീസ് കമ്മീഷണർ. തിരക്ക് കൂടിയാൽ ബീച്ചിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തും. TPR 20-ന് മുകളിലുള്ള ജില്ലകളിൽ മതപരമായ ചടങ്ങുകൾക്കും 50 പേർക്ക് മാത്രം അനുമതി. കോളേജുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വിട്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ക്യാമ്പസുകളിലെ കോവിഡ് വ്യാപനം പരിശോധിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ചുമതല. സുരക്ഷാ ക്രമീകരണം ഉറപ്പുവരുത്താൻ കോളേജുകൾക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സമഗ്ര നിയമനിർമ്മാണം വേണമെന്ന് വനിതാ കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതീക്ഷയെന്ന് WCC. വനിതാ കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തി WCC അംഗങ്ങൾ. സിൽവർ ലൈൻ പദ്ധതിയുടെ DPR പുറത്തു വന്നതിനു പിന്നാലെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. രഹസ്യരേഖയെന്ന് പറഞ്ഞ് സർക്കാർ ജനങ്ങളെ കബളിപ്പിച്ചുവെന്ന UDF. റിപ്പോർട്ട് പഠിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. സിൽവർ ലൈനിന്റെ DPR ഒളിപ്പിച്ച് സർക്കാർ തട്ടിപ്പ് നടത്തി വരികയായിരുന്നുവെന്ന് അൻവർ സാദത്ത് MLA. അവകാശ ലംഘന നോട്ടീസ് നൽകിയതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി. DPR അതേപടി തുടരില്ലെന്ന് മന്ത്രി MV ഗോവിന്ദൻ. സിൽവർ ലൈൻ പദ്ധതി വിദേശ വായ്പ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന നിലപാടിൽ ഉറച്ച് റെയിൽവേ. രൂപയുടെ മൂല്യത്തകർച്ച പദ്ധതിക്ക് വെല്ലുവിളിയാകുമെന്ന് വിലയിരുത്തൽ. വിദേശ ഏജൻസികളിൽ നിന്ന് വായ്പയെടുക്കുന്ന 33,700 കോടി രൂപയുടെയും ബാധ്യത കേരളം വഹിക്കണമെന്ന് റെയിൽവേ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചെന്ന കേസിൽ അന്വേഷണം വിപുലപ്പെടുത്തി ക്രൈംബ്രാഞ്ച്. VIPയെ തേടി അന്വേഷണം എറണാകുളത്തും. വ്യവസായി മെഹബൂബ് അബ്ദുള്ളയുടെ വാദം പൂർണ്ണമായും വിശ്വസിക്കാതെ പോലീസ്. ശബ്ദ സാമ്പിളുകൾ ഉടൻ പരിശോധിക്കും. നടിയെ ആക്രമിച്ച കേസിലെ VIPക്ക് മന്ത്രിയുമായി ബന്ധമെന്ന് ബാലചന്ദ്രകുമാർ 24-നോട്. ദിലീപിന്റെ വീട്ടിലിരുന്ന് VIP ഒരു മന്ത്രിയെ വിളിച്ചു. മെഹബൂബ് അബ്ദുള്ളയ്ക്ക് പുറമെ പോലീസിന്റെ പട്ടികയിലുള്ള 2 പേർ എറണാകുളം പാലക്കാട് സ്വദേശികൾ. അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനും VIP ശ്രമിച്ചെന്ന് ബാലചന്ദ്രകുമാർ. താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിൽ. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അജണ്ടയിലില്ലെന്ന് ഭാരവാഹികൾ. നടിക്ക് പിന്തുണയുമായി മുതിർന്ന താരങ്ങൾ രംഗത്തെത്തിയിട്ടും പിന്തുണ പ്രഖ്യാപിക്കാതെ താരസംഘടന. വിഴിഞ്ഞത്ത് അയൽവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ വഴിത്തിരിവ്. 1 കൊല്ലം മുൻപ് അയൽവാസിയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതും ഇതേ പ്രതികൾ. കുറ്റം സമ്മതിച്ച് റഫീഖയും മകൻ ഷഫീഖും. മുല്ലൂർ സ്വദേശിയായ 14-കാരിയെ കൊലപ്പെടുത്തിയത് മകൻ ഷഫീഖിന്റെ പീഡന വിവരം പുറത്തുവരാതിരിക്കാൻ. കൊല നടത്തിയത് ശാന്തകുമാരിയുടെ തലയ്ക്കടിച്ച അതേ ചുറ്റിക കൊണ്ടെന്ന് പോലീസ്. തിരൂരിലെ 3.5 വയസ്സുകാരന്റെ മരണത്തിൽ അമ്മയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ആദ്യ ബന്ധത്തിലെ കുട്ടിയെന്ന ദേഷ്യമാണ് മർദ്ദനത്തിനു കാരണമെന്ന് പോലീസ്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. CPIM വിടില്ലെന്ന് ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. പാർട്ടി എന്ത് നടപടിയെടുത്താലും അംഗീകരിച്ച് പാർട്ടിയിൽ തുടരും. നടപടിയെടുക്കുന്നത് പാർട്ടി കീഴ്വഴക്കമാണെന്നും S രാജേന്ദ്രൻ. ചൈനയ്ക്കെതിരായ വിമർശനങ്ങൾ തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ചൈനയിലേത് ആധുനിക സോഷ്യലിസ്റ്റ് ക്രമമെന്നും കോടിയേരി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ. CPIM 23-ാം പാർട്ടി കോൺഗ്രസിനുള്ള ഒരുക്കങ്ങൾ കണ്ണൂരിൽ തുടങ്ങി. സ്വാഗത സംഘ രൂപീകരണം നാളെ. പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ 6 മുതൽ 10 വരെ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറവിലങ്ങാട് മഠത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ച് മോൻസ് ജോസഫ് MLA. മഠത്തിലെത്തിയപ്പോൾ അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ല. കന്യാസ്ത്രീകൾ തന്നോട് പരാതിപ്പെട്ടിരുന്നില്ലെന്നും കടുത്തുരുത്തി MLA 24-നോട്. സിറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണ തർക്കത്തിൽ സമരം കടുപ്പിച്ച് അങ്കമാലി അതിരൂപത വൈദികർ. പള്ളികളിൽ ജനാഭിമുഖ കുർബാന നടന്നു. പ്രത്യേക ഇളവ് നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച് മരണം വരെ നിരാഹാരം തുടരുമെന്നും വൈദികർ. നിലപാട് വ്യക്തമാക്കാതെ സിനഡ്.
കേരള സർവകലാശാല വിസിയെ പരിഹസിച്ച ഗവർണർക്കെതിരെ മന്ത്രി ആർ ബിന്ദു. സമ്മർദ്ദം അനുഭവിച്ച് എഴുതിയ കത്തിന്റെ പേരിൽ പരിഹസിച്ചത് ശരിയായില്ല. വിസി അക്കാദമിക രംഗത്തെ പ്രഗത്ഭനെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു 24 സ്റ്റുഡന്റ് ടിവിയിൽ. ആലപ്പുഴയിൽ ഭാര്യയ്ക്ക് വിഷം കൊടുത്ത ശേഷം ഭർത്താവ് തൂങ്ങി മരിച്ചു. കൈനഗരി തോട്ടുകത്തല സ്വദേശി അപ്പച്ചൻ, ലീലാമ്മ എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തെന്ന് പോലീസ്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം മലപ്പുറം അസീസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം മക്കരപ്പറമ്പ് ജുമാ മസ്ജിദിൽ നടന്നു. എറണാകുളം വൈറ്റിലയിൽ പുതിയ ട്രാഫിക് പരിഷ്കാരങ്ങൾ തുടങ്ങി. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനാണ് നടപടി. ഒരാഴ്ചത്തേക്ക് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ വിലയിരുത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് ട്രാഫിക് അസിസ്റ്റന്റ് കമ്മീഷണർ. കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണവേട്ട. 45 ലക്ഷം രൂപയുടെ സ്വർണവുമായി വാരം സ്വദേശി ഫസ്നാഫിൽ പിടിയിൽ. കസ്റ്റംസ് പിടികൂടിയത് 925 ഗ്രാം സ്വർണം. തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഗ്രേഡ് SI ഷറഫുദ്ദീന് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം. രാത്രി പട്രോളിംഗിനിടെ വാഹന പരിശോധനയ്ക്കിടെ ആക്രമിക്കുകയായിരുന്നു. തേമ്പാമൂട് സ്വദേശി റോഷൻ പിടിയിൽ. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ 1 വർഷം പൂർത്തിയാക്കി. വാക്സിനേഷന്റെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനം. സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള ബിരുദാനന്തര ബിരുദ മെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓൺലൈനായി ഈ മാസം 22-ാം തീയതി വൈകിട്ട് 5 മണി വരെ അപേക്ഷിക്കാം. ആദ്യഘട്ടം അലോട്ട്മെന്റിനായുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ 19-ാം തീയതി മുതൽ. ഭീകരാക്രമണ ഭീഷണി മുൻനിർത്തി രാജ്യ തലസ്ഥാനത്ത് കനത്ത സുരക്ഷ. നടപടി ഗാസിപൂരിൽ നിന്ന് ബോംബ് കണ്ടെത്തിയതിനു പിന്നാലെ പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും അടക്കം കർശന പരിശോധന. ചെങ്കോട്ട ഉൾപ്പെടെ പ്രധാന സ്ഥലങ്ങളിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിന്യസിച്ചു. പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും അതിർത്തികളിലും കനത്ത സുരക്ഷ. ജമ്മു കശ്മീരിൽ 6 ലഷ്കർ-ഇ തോയ്ബ ഭീകരർ അറസ്റ്റിൽ. സോപ്പോർ, ബന്ദിപ്പോര എന്നിവിടങ്ങളിൽ നിന്നാണ് അറസ്റ്റ്. ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തെന്ന് പോലീസ്. കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ CBCSS പരീക്ഷകൾ മാറ്റി. യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കരിയർ റിലേറ്റഡ് CBCSS പരീക്ഷകളും മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഇനി ദേശീയ വാർത്തകൾ. മധ്യപ്രദേശിലെ വ്യാപം അഴിമതി കേസിലെ മുഖ്യ ആസൂത്രകൻ ജഗദീഷ് സിംഗ് സാഗർ പിടിയിൽ. അറസ്റ്റ് അനധികൃതമായി വെടിയുണ്ടകൾ കൈവശം വച്ചതിന്. CISF അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇൻഡോർ വിമാനത്താവളത്തിൽ നിന്ന്. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഡൽഹിയിലേക്ക്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ചർച്ചയാകും. ഗുജറാത്തിൽ ട്രാക്ടറും കാറും കൂട്ടിയിടിച്ച അപകടം, 5 മരണം. അപകടം ബനസ്കന്തയിൽ. ബീഹാറിൽ വ്യാജ മദ്യദുരന്തത്തിൽ മരണം 5ആയി. ഇന്നലെ 2 പേർ മരിച്ചിരുന്നു. മദ്യദുരന്തമുണ്ടായത് നളന്ദയിൽ. ഹിമാചൽ പ്രദേശിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവെന്ന് റിപ്പോർട്ട്. കോവിഡ് വ്യാപനം തിരിച്ചടി. ടൂറിസം മേഖലയിലെ തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. ആന്ധ്രയിലെ തിരുച്ചാനൂർ ക്ഷേത്രം സന്ദർശിച്ച് തെലങ്കാന ഗവർണർ. സന്ദർശനം കൊയ്ത്തുത്സവത്തിന്റെ 3ാം ദിനത്തിൽ. BJPയിൽ ചേർന്ന മുൻ IPS ഉദ്യോഗസ്ഥൻ അസിം അരുൺ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അസിം അരുണിന് സീറ്റ് നൽകിയേക്കും. തെലങ്കാനയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി നീട്ടി. ഈ മാസം 30 വരെ സ്കൂളുകൾ പ്രവർത്തിക്കില്ല. ഉത്തരവ് പുറത്തിറക്കി തെലങ്കാന ചീഫ് സെക്രട്ടറി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ സർക്കാർ പ്രഖ്യാപിച്ച വാരാന്ത്യ കർഫ്യൂ തുടരുന്നു. നിയന്ത്രണം തിങ്കളാഴ്ച പുലർച്ചെ 10 മണി വരെ. അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് മാത്രം അനുമതി. ബംഗാൾ സർക്കാരിന്റെ ടാബ്ലോ റിപ്പബ്ലിക് ദിന പരേഡിൽ അനുവദിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതം ആസ്പദമാക്കിയാണ് ബംഗാൾ സർക്കാരിന്റെ ടാബ്ലോ. ഡൽഹിയിൽ വായു ഗുണനിലവാരം വളരെ മോശം നിലയിൽ. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 301 രേഖപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. അടുത്ത 4 ദിവസം കൂടി രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഡൽഹിയിൽ ദൂരക്കാഴ്ച 50 മീറ്ററായി കുറഞ്ഞു. മഹാരാഷ്ട്രയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ തുടരും. തീരുമാനം കോവിഡ് അവലോകന യോഗത്തിൽ. സംസ്ഥാനത്തെ ആന്റിജൻ സെൽഫ് ടെസ്റ്റ് കിറ്റ് വാങ്ങുന്നവരുടെ രേഖ സൂക്ഷിക്കാൻ മെഡിക്കൽ ഷോപ്പുകൾക്ക് നിർദ്ദേശം. അന്താരാഷ്ട്ര വാർത്തകൾ നോക്കാം.
ടെക്സസിലെ ജൂതപ്പള്ളിയിൽ തോക്കുധാരി ബന്ദിയാക്കിയ 4 പേരെയും സൈന്യം രക്ഷപ്പെടുത്തിയെന്ന് റിപ്പോർട്ട്. 10 മണിക്കൂർ നീണ്ടുനിന്ന ഏറ്റുമുട്ടലിനു ശേഷമാണ് 4 പേരെയും മോചിപ്പിച്ചത്. ആർക്കും പരിക്കില്ല. ടോങ്ക പൊട്ടിത്തെറിയെ തുടർന്ന് അമേരിക്കൻ പടിഞ്ഞാറൻ തീരത്ത് സുനാമി മുന്നറിയിപ്പ്. ഹവായിയിൽ വെള്ളപ്പൊക്കം തുടരുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിനു ശേഷം 3000 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടതായി റിപ്പോർട്ട്. ഇസ്ലാമിക് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെയാണ് പിരിച്ചുവിട്ടതെന്ന് താലിബാൻ. ബ്രിട്ടനിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചു. വിദേശ യാത്രക്കാർക്ക് ഫെബ്രുവരി മുതൽ കോവിഡ് പരിശോധന വേണ്ട. 2 ഡോസ് വാക്സിൻ എടുത്തവർക്കാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോവിഡിനൊപ്പം ജീവിക്കാൻ തയ്യാറെന്ന് ദക്ഷിണാഫ്രിക്ക. ലോക്ഡൌണും ക്വാറന്റീനും ഏർപ്പെടുത്തില്ലെന്ന് സർക്കാർ. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നതിനിടെയാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ചത്. കോവിഡ് പശ്ചാത്തലത്തിൽ ജീവനക്കാർക്ക് കടുത്ത നിർദ്ദേശവുമായി ആപ്പിൾ. ബൂസ്റ്റർ ഡോസ് എടുത്തവർ തെളിവ് ഹാജരാക്കണമെന്ന നിർദ്ദേശം. സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. ഫ്രാൻസിൽ വാക്സിൻ വിരുദ്ധ പ്രക്ഷോഭം ശക്തമാക്കുന്നു. പ്രതിഷേധ റാലിയുമായി ആയിരങ്ങൾ തെരുവിൽ. 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇറ്റലിയിലെ ആദ്യ ഫാഷൻ ഡിസൈനർ നിനോ സെറൂട്ടി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. അന്ത്യം ഇടുപ്പെല്ലിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നതിനിടെ. ഫ്രാൻസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി മുൻ നിയമമന്ത്രി ക്രിസ്ത്യൻ തൗബിറ. ഫ്രാൻസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ മാസത്തിൽ. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ ട്വിറ്റർ അക്കൗണ്ടുകൾ റദ്ദാക്കി. നടപടി അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പങ്കുവച്ചതിന്. ഇനി പ്രാദേശിക വാർത്തകളിലേക്ക്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം RCCയിൽ കർശന നിയന്ത്രണങ്ങൾ. ചികിത്സയ്ക്കെത്തുന്നവർക്കൊപ്പം ഒരു സഹായിക്ക് മാത്രം പ്രവേശനം. ചികിത്സയ്ക്കെത്തുന്നവരും സഹായികളും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി താൽക്കാലിക ജോലിയിലുണ്ടായിരുന്ന ഭിന്നശേഷിക്കാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ പ്രതിഷേധം. ഭിന്നശേഷിക്കാരുടെ സംയുക്ത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നാളെ മുതൽ സെക്രട്ടേറിയറ്റ് മാർച്ചും അനിശ്ചിതകാല നിരാഹാര സമരവും. കൊല്ലം പുനലൂർ MLA PS പാലിന് കോവിഡ്. സമ്പർക്കം പുലർത്തിയവർ നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്ന് MLA. എല്ലാ പൊതുപരിപാടികളും മാറ്റി. കൊല്ലം ചാത്തന്നൂരിൽ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ. പിടിയിലായത് കൽക്കട്ട സ്വദേശി കമൽ സർക്കാർ. സമാനമായ കേസിൽ 2014 അറസ്റ്റിലായിരുന്നു. കൊല്ലം തൃക്കോവിൽ വട്ടത്ത് ദമ്പതികളെയും മകനെയും രാത്രി വീട്ടിൽ കയറി ആക്രമിച്ച 5 അംഗ സംഘം പിടിയിൽ. അറസ്റ്റിലായത് ഒളിവിൽ കഴിയുന്നതിനിടെ. ശബരിമല വനമേഖലയിലെ ആദിവാസി കോളനികൾ സന്ദർശിച്ച് മന്ത്രി K രാധാകൃഷ്ണൻ. മുഴിയാർ പവർ ഹൌസിനോട് ചേർന്നുള്ള KCB ക്വാർട്ടേഴ്സുകൾ സായ്പിൻകുഴിയിലെ ആദിവാസി ഊരിന് നൽകുന്നതിന് നടപടിയുണ്ടാകുമെന്ന് മന്ത്രി. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്റർ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫെഡറൽ ബാങ്ക് ഏരിയ ജനറൽ മാനേജർ PA ജോയി CSR ഫണ്ടായ 10 ലക്ഷം രൂപ കൈമാറി. കോട്ടയം ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് കെയർ നഴ്സുമാരെ ആദരിച്ചു. പരിപാടി സംഘടിപ്പിച്ചത് പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച്. പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയുടെ പാലാ നിയോജക മണ്ഡലതല ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും മാണി സി കാപ്പൻ MLA നിർവഹിച്ചു. സൗരോർജ്ജത്തിനുള്ളത് അനന്ത സാധ്യതകളെന്ന MLA. അൽമന സ്ഥാപക സെക്രട്ടറി KP യൂസുഫ് രചിച്ച ജീവിത നൗക എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കോട്ടയം ഈരാറ്റുപേട്ടയിൽ നടന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പ്രകാശനം ചെയ്തു. 1ാമത് ഇടുക്കി ജില്ലാ ഒളിമ്പിക്സ് ഗെയിംസ് 2022ന്റെ ഭാഗമായി ബോക്സിംഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി 20 ഏക്കർ താലൂക്ക് ആശുപത്രി അറ്റൻഡറെ മർദ്ദിച്ച കേസിൽ കട്ടപ്പന സ്വദേശി അറസ്റ്റിൽ. പിടിയിലായത് ശരത് രാജീവ്. ഭിന്നശേഷിക്കാരനായ അറ്റൻഡറെ ആക്രമിച്ചത് സുഹൃത്തിന് ആവശ്യപ്പെട്ട പ്രകാരം ചികിത്സ നൽകിയില്ലെന്നാരോപിച്ചു. ഇടുക്കി രാജാക്കാട് ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മമ്മട്ടിക്കാനത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഭവന സമുച്ചയത്തിന്റെ താക്കോൽദാനം നാളെ. ലയൺസ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ താക്കോൽദാനം നിർവഹിക്കും. ഇടുക്കി ജില്ലയിലെ ഹൈവേകളിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനം. റോഡ് അപകടങ്ങളും നിയമലംഘനങ്ങളും കുറയ്ക്കാൻ ഗതാഗത വകുപ്പ് സ്ഥാപിക്കുന്നത് 72ഓളം അത്യാധുനിക ക്യാമറകൾ. കോടതികളിൽ ഫയലിംഗ് നടപ്പാക്കുന്നതിൽ പുനഃപരിശോധന വേണമെന്ന് കേരള സ്റ്റേറ്റ് അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ. ഈ മാസം 20-ന് മേനക ജംഗ്ഷനിൽ കൂട്ട ഉപവാസം. ദേശീയ അധ്യാപക പരിഷത്തിന്റെ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം നടന്നു. പെൻഷനേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി HI കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പാലക്കാട് മണ്ണാർക്കാട് നഗരസഭാ പരിധിയിൽ പാലിയേറ്റീവ് രോഗികൾക്ക് സ്നേഹസമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്താനിരുന്ന കരുണാകരൻ മെമ്മോറിയൽ ഫുട്ബോൾ മേള മാറ്റി. കോവിഡ് വ്യാപനം കണക്കിലെടുത്താണ് തീരുമാനം. പ്രഥമ മലപ്പുറം ജില്ലാ ഒളിമ്പിക്സ് മീറ്റ് തുടങ്ങി. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. മേള ഈ മാസം 18-ന് സമാപിക്കും. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് പ്രതി മലപ്പുറത്ത് പിടിയിൽ. അറസ്റ്റിലായത് പോത്തുകൽ ഭൂദാനം സ്വദേശി യൂസഫ്. അഡ്വക്കേറ്റ് KN ഖാദർ എഴുതിയ സമകാലിക രാഷ്ട്രീയ ലേഖനങ്ങളുടെ സമാഹാരം PK കുഞ്ഞാലിക്കുട്ടി MLA പ്രകാശനം ചെയ്തു. കാലം കാലികം എന്ന പേരിൽ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളെ സ്പർശിക്കുന്ന KN ഖാദറിന്റെ വിവിധ ലേഖനങ്ങളാണ് ഉള്ളടക്കം. ജേർണലിസം വിദ്യാർത്ഥികൾക്കായുള്ള ആനുവൽ തീസിസ് കോൺഫറൻസ് ഈ മാസം 18, 19 തീയതികളിൽ കോഴിക്കോട് നടക്കും. പരിപാടി സംഘടിപ്പിക്കുന്നത് വാഴയൂർ സാഫി കോളേജ്. ഡിവൈഎഫ്ഐ ചെറൂപ്പ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാതല വടംവലി മത്സരം സംഘടിപ്പിച്ചു. നിരവധി ടീമുകൾ പങ്കെടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ കിണറ്റിൽ വീണ പശുവിനെ രക്ഷിച്ച് അഗ്നിരക്ഷാസേന. കേളോത്ത് അബൂബക്കറിന്റെ പശുവാണ് കിണറ്റിൽ വീണത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ P. വത്സലയ്ക്ക് കോഴിക്കോടിന്റെ ആദരം. ചടങ്ങ് സംഘടിപ്പിച്ചത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളും MN സത്യാർത്ഥി ട്രസ്റ്റും കോവൂർ ലൈബ്രറിയും ചേർന്ന്. ആർമി ദേശീയ ദിനത്തോടനുബന്ധിച്ച് വിമുക്ത ഭടന്മാരെ ആദരിച്ച് GHSS ബേപ്പൂർ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റങ്ങൾ ലക്ഷ്യം വച്ചുള്ള പുതിയ പദ്ധതിയുമായി T. സിദ്ദിഖ് MLA. സ്പാർക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം കൽപ്പറ്റയിൽ നടന്നു. വയനാട് ജില്ലാ ഒളിമ്പിക് മീറ്റിന്റെ ഭാഗമായി വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ഗാന്ധി മതിൽ ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ. സ്കൂളിൽ ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിനെ പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യില്ലെന്ന വ്യവസ്ഥ പഞ്ചായത്തിൽ കർശനമായി നടപ്പാക്കും. ഫാഷൻ ഗോൾഡ് നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കാസർഗോഡ് സമരജ്വാല സംഘടിപ്പിച്ചു. PDP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. കണ്ണൂർ സർവകലാശാലയുടെ ചാല കേന്ദ്രത്തിലെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ചന്ദ്രഗിരി ലയൺസ് ക്ലബ്ബ്. ASP ഹരീഷ് ചന്ദ്ര നായിക് ഉദ്ഘാടനം ചെയ്തു. എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക്. നവാഗതനായ മുഹമ്മദ് റിയാസ് സംവിധാനം ചെയ്യുന്ന പില്ലർ നമ്പർ 581 എന്ന ചിത്രത്തിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ റിലീസ് ചെയ്തു. അഖില അവതരിപ്പിക്കുന്ന ധ്വനി എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ് പുറത്തുവിട്ടത്. പുതിയ ചിത്രം പ്രഖ്യാപിച്ച് തിങ്കളാഴ്ച നിശ്ചയം സിനിമയുടെ സംവിധായകൻ സെന്ന ഹെഗ്ഡെ. 1744 വൈറ്റ് ആൾട്ടോ എന്നാണ് ചിത്രത്തിന്റെ പേര്. അനിൽ V. നാഗേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തീ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. മുഹമ്മദ് മോസിൻ MLAയും സാഗരയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ. അമൽ നീരദ് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവ്വത്തിലെ പുതിയ ഗാനം പുറത്ത്. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സുഷിൻ ശ്യാം സംഗീതം നൽകിയിരിക്കുന്നു. ഫാക്ട് ചെക്ക്. സ്വന്തം മകനെ കൊല്ലാനായി അമ്മ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിട്ടുവെന്ന് വ്യാജ പ്രചാരണം. മുംബൈയിലെ വങ്കാനി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള വീഡിയോ ആണിത്. യഥാർത്ഥത്തിൽ വീഡിയോയിൽ കാണുന്ന സ്ത്രീ അന്ധയാണ്. കുട്ടി ട്രാക്കിലേക്ക് വീഴുന്നത് കണ്ട റെയിൽവേ ഉദ്യോഗസ്ഥനായ മയൂർ ഷെൽക്കെ അവസരോചിതമായി ഇടപെട്ട് കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ കിട്ടിയ ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തത് ആരെ സംരക്ഷിക്കാനാണെന്ന് വ്യക്തമാക്കണമെന്ന് നടി പാർവതി തിരുവോത്ത്. എല്ലാവരും അനുഭവിച്ച പ്രശ്നങ്ങൾ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ട്. പേര് പുറത്തുവിടുന്നതിൽ ആർക്കും എതിർപ്പില്ലെന്നും പാർവതി. മലപ്പുറം കുറ്റിപ്പുറത്ത് കുഴൽപ്പണവുമായി ഒരാൾ പിടിയിൽ. 65 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ഗോവയിൽ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. അധികാരത്തിലെത്തിയാൽ തൊഴിൽ രഹിതരായവർക്ക് പ്രതിമാസം 3000 രൂപയും യുവാക്കൾക്ക് തൊഴിലും നൽകുമെന്നും കെജ്രിവാൾ. സംസ്ഥാനത്ത് വീണ്ടും പോലീസിന്റെ ഓപ്പറേഷൻ പി ഹണ്ട്.
മുഴുവൻ ജില്ലകളിലും റെയ്ഡ്. മുൻപ് നടപടി നേരിട്ട വാട്സാപ്പ് ഗ്രൂപ്പുകൾ പേരുമാറ്റി വീണ്ടും സജീവമെന്ന് സൈബർ സെൽ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം സജീവമായതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശവുമായി തമിഴ്നാട് പോലീസ്. നടപടി 10 മാസം പ്രായമുള്ള കുഞ്ഞിനെ വൻതുകയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ കുഞ്ഞിന്റെ അമ്മയടക്കം 4 പേരെ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ. ഹണ്ടർ ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.